അങ്ങനെ 2025 ആണ്ട് അവസാനിക്കാൻ പോവുകയാണ്. പോയ വർഷം ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ പ്രധാന സംഭവങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇവിടെ നടത്തുന്നത്. 2025 പ്രത്യേകത 2024 പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ക്ഷതത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും BJPയും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കരകയറി എന്നുള്ളതാണ്. 75 വയസ്സ് പൂർത്തീകരിക്കുന്ന ക്രമത്തിൽ നരേന്ദ്രമോദി സ്ഥാനമൊഴിയും എന്ന് ചില ശുഭപ്രതീക്ഷകരെങ്കിലും ആത്മാർത്ഥത്തോട് വിശ്വസിച്ചു. അരവിന്ദ് കെജ്രിവാളും മറ്റും ഇത് പലതവണ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. 75 വയസ്സ് എന്നുള്ള പ്രായപരിധി മറ്റുള്ളവർക്കാണ് ബാധകമായിട്ടുള്ളത്, തനിക്ക് ബാധകമല്ല എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. നരേന്ദ്രമോദിക്ക് 75 വയസ്സായില്ലേ, ഇനി വീട്ടിൽ പോയിരുന്നുകൂടെ എന്ന് പാർട്ടിക്കകത്ത് ആരും ചോദിച്ചില്ല, മറ്റാരും ചോദിച്ചില്ല. അങ്ങനെ അദ്ദേഹം തുടരുകയാണ്. ഈ ഡൽഹിയിലും അതുപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ തുടർച്ച എന്ന് പറയാവുന്ന രീതിയിൽ ബീഹാറിലുള്ള തെരഞ്ഞെടുപ്പിലും BJPയും സഖ്യകക്ഷിയായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡും അടങ്ങുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഒമ്പിച്ച് വിജയം നേടി. അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ ഉറപ്പ്, അതിൻ്റെ ആരുറപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു എന്ന് പറയാം. നേരെ മറിച്ച് ബീഹാറിലൊരു വലിയ പരാജയം ഉണ്ടായിരുന്നെങ്കിൽ മുന്നണിക്കകത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടായി. ഒരുപക്ഷെ നിതീഷ് കുമാർ മുന്നണി വിട്ടു പോകാനും കേന്ദ്രമന്ത്രിസഭയുടെ സുസ്ഥിരതയ്ക്ക് ഒരു ഇളക്കം തട്ടാനും സാധ്യതയുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ സംഭവിച്ചില്ല. അവർ വലിയ വിജയം നേടിയതോടുകൂടി മുന്നണിയുടെ കെട്ടുറപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതാണ് മറ്റൊരു കാര്യം. പിന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തട്ടുകേടൊന്നും പറ്റിയില്ല. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പൊതുവെ ബൈ ആൻഡ് ലാർജ് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിരുന്നു. ഇടയ്ക്കും തലയ്ക്കൊക്കെ ചില ജഡ്ജിമാർ സർക്കാരിനെ വിമർശിച്ചിരുന്നു, ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞത് ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് ഗവർണർമാർക്ക് ഫയൽ പിടിച്ചു വെക്കാനുള്ള അധികാരമുണ്ടോ, നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ നടപ്പിൽ വരുത്തുന്നതിന്, ഒപ്പിടുന്നതിനും അല്ലെങ്കിൽ മടക്കി അയക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണം എന്ന വിഷയമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിൻ്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി നടത്തിയ റഫറൻസ് പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് ഹിതകരമായ ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അപ്പോൾ അതും കോടതിയിലെ നടപടിയിലും ഇവർ വിജയം പ്രാപിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ കേന്ദ്ര സർക്കാർ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ട ചില വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നടപ്പാക്കുന്നത് നമ്മൾ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് നിയമ ഭേദഗതിയാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് 3 തവണ ഭേദഗതി ചെയ്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകിയ വഖഫ് നിയമത്തെ സാമാന്യം ചുരുട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള ഭേദഗതിയാണ് അവതരിപ്പിച്ച് പാസ്സാക്കിയത്. അപ്പോഴും ആശങ്കയുണ്ടായിരുന്നത് രാജ്യസഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷം ഉണ്ടോ, ലോക്സഭയിൽ തന്നെ ജനതാദൾ യുണൈറ്റഡും തെലുങ്ക് ദേശവിന് പിന്തുണയ്ക്കോ എന്നൊക്കെ ചിലരെങ്കിലും സംശയിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഭരണമുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നു. രാജ്യസഭയിലും പാസ്സാക്കി, ലോക്സഭയിലും പുഷ്പം പോലെ പാസ്സാക്കി അത് നടപ്പിൽ വരുത്തി. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി വളരെ ചെറിയ ചില വ്യവസ്ഥകൾക്ക് മാത്രമാണ് ആകെ വന്നിട്ടും പോയിട്ടും സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ വമ്പിച്ച രീതിയിൽ കൊണ്ടുപോയി. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ധൈര്യപ്പെട്ട് ചെയ്തൊരു കാര്യം, 4 കൊല്ലം മുമ്പ് പാസ്സാക്കി വെച്ച ലേബർ കോഡ് നടപ്പാക്കി എന്നുള്ളത്. അതുതന്നെ സർക്കാരിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. വളരെ സ്റ്റേബിളായ ഒരു ഗവൺമെൻറ് മാത്രം ഇത്രയും ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു പരിഷ്കാരം നോട്ടിഫൈ ചെയ്ത് നടപ്പാക്കാൻ പറ്റും. 1982 ഇന്ദിരാഗാന്ധി പാസ്സാക്കി വെച്ച ചില വ്യവസ്ഥകളുണ്ട്. അത് ഈ ലേബർ കോഡ് പാസ്സാകുന്ന സമയത്ത് പോലും നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. കാരണം ഈ തൊഴിലാളി വർഗത്തെ പൂർണ്ണമായിട്ട് പിണക്കിക്കൊണ്ട് ഒരു പരിഷ്കാരവും നടത്താൻ പറ്റില്ല. ഇവിടെ സകല ട്രേഡ് യൂണിയനുകളിൽ എതിർത്തിട്ടും കേന്ദ്ര ഗവൺമെൻറ് നിസ്സാരമായിട്ട് അത് നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റെബിലിറ്റിയുടെ സ്ട്രെങ്ത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് ഈ നാട്ടിൽ ഏറ്റവും അധികം പഴി കേട്ട ഒരു സ്ഥാപനം. മുമ്പ് രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാത്രമേ എതിർത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, പുള്ളി വോട്ടർ പട്ടികയും എതിർക്കുന്നു. വോട്ടർ പട്ടികയിൽ ഭയങ്കര ഗോൽമാലാണ്, ഡിങ്കോൾഫിയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മുടെ മുമ്പ് എറണാകുളത്ത് കളക്ടറായിരുന്ന ജ്ഞാനേഷ് കുമാർ.
ഈ ജ്ഞാനേഷ് കുമാറിനെ രാഹുൽ ഗാന്ധി പറയാൻ ഇനി ഒരു ചീത്ത വാക്കും നിഘണ്ടുവിലില്ല. പക്ഷെ പുള്ളിക്ക് വല്ല കുലുക്കമുണ്ടോ? അതൊട്ടില്ലതാൻ. വോട്ട് ജോർ ഗദ്ദാ ചോട്ട് എന്നൊരു മുദ്രാവാക്യം ഉയർത്തി. മുദ്രാവാക്യം വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് കോഴി കോട്ടുവായിട്ട് രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭ പരിപാടികൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച തിരിച്ചടിയുടെ കഴിഞ്ഞപ്പോൾ ഈ പ്രതിപക്ഷ മുന്നണിയിൽ തന്നെ വലിയ ഭിന്നതയും ആശയക്കുഴപ്പവും പ്രകടമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിമതൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. ഒമർ അബ്ദുള്ള പറയുന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പൊക്കെ നീതിപൂർവമായിരുന്നു, സുതാര്യമായിരുന്നു. ഞങ്ങൾക്ക് യന്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പട്ടിയെക്കുറിച്ചോ യാതൊരു പരാതിയില്ല എന്നാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാളും പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പിന്നെ CPM-കാരും തൃണമൂൽ കോൺഗ്രസ്സുകാരും ഒന്നും ഇതിൽ ചേർന്നിട്ടില്ല. അവർ പുറത്തുനിന്ന് പിന്നാങ്ങുന്നു, അല്ലെങ്കിൽ അകത്തുനിന്ന് കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം. പിന്നെ പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന നമ്മുടെ പെഹൽഗാം ആക്രമണവും അത് രാജ്യത്തുണ്ടാക്കിയ ഒരു വികാരവും അതിൻ്റെ തൊട്ട് പിന്നാലെ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ വമ്പിച്ച തിരിച്ചടിയുമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഈ സൈനിക നടപടി സത്യത്തിൽ പ്രധാനമന്ത്രിയുടെയും രാജ്യരക്ഷാ മന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ നിന്ന് പാർലമെൻ്ററി കമ്മിറ്റിയെ വിദേശ രാജ്യങ്ങളിൽ അയച്ചാണ്. ശശി തരൂരിനെ പോലെ, സൽമാൻ ഖുർഷിദിനെ പോലെ, സുപ്രിയ സുലെ പോലെ, ഈവൻ ജോൺ ബ്രിട്ടാസിനെ പോലെ, കനിമൊഴിയെ പോലുള്ള ആളുകളൊക്കെ വിദേശത്ത് പോയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയം എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവർക്ക് എന്തുമാത്രം ബോധ്യപ്പെട്ടു നമുക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇദ്ദേഹം വോട്ട് ജോലിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഫലവത്തായിട്ടില്ല. ഇനിയും പുള്ളി അതിനെ തുടർന്ന് പറയും എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഏതായാലും 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പശ്ചിമ ബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം. അവിടെ ഭരണമാറ്റമാണോ ഉണ്ടാകാൻ പോകുന്നത്, ഭരണനാറ്റമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും 2025 നല്ലൊരു വർഷമായിരിക്കും 26 എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രതീക്ഷയ്ക്ക് പ്രത്യേകിച്ച് നികുതിയൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ആർക്കും എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം.